നമസ്കാരം. ഞാൻ ജോണി ആന്റണി. ഒരു 6 വർഷം മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ച് ഇതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന സ്ഥലം ആൽമ എന്ന് പറയുന്ന ഒരു ആശ്രമമാണ്. നാച്ചുറോപ്പതിയും യോഗയും ഒക്കെയുള്ള ഒരു സൈജു തുരുത്തേൽ നിന്നൊരു അച്ഛൻ, ഒരു ക്രിസ്ത്യൻ ഫാദറിന്റെ ആശ്രമമാണ്. അദ്ദേഹത്തിന്റെ അണ്ടറിലാണ് ഈ ആശ്രമം. അപ്പൊ അദ്ദേഹമായിട്ട് അവിചാരിതമായി പരിചയപ്പെടുകയും അങ്ങനെയാണ് ഞാനിവിടെ ആദ്യം വരുന്നത്. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ അന്നത്തെ വീഡിയോ ഞാൻ പറയുന്നു, ഒരുപാട് ദുശ്ശീലങ്ങൾ എന്നിൽ നിന്ന് മാറ്റാനും എന്റെ ശരീരം കുഴപ്പമാകുന്ന അവസ്ഥയിലെല്ലാം ഞാൻ ഇങ്ങോട്ട് വരും. പിന്നെ ഒന്ന് സെറ്റപ്പ് ആക്കും, പിന്നെ പോകും, അറിയാതെ നമ്മൾ വീണ്ടും അതിലേക്ക് പോകും, പിന്നെയും വരും. അങ്ങനെ പല പ്രാവശ്യമായിട്ട് വന്ന് എന്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഒരു കാര്യം എനിക്ക് നിർത്താൻ പറ്റി: പുകവലി. അങ്ങനെ പുകവലി നിർത്തിയതിനു ശേഷം, പുകവലി നിർത്തുന്നത് ഞാൻ പുറത്തു വെച്ചാണെങ്കിലും പ്രേരണ ഇവിടെ വെച്ചുണ്ടായിരുന്നു. അപ്പൊ പുകവലി നിർത്തിയതിനു ശേഷം ഞാൻ വീണ്ടും ഈ ആത്മയിലേക്ക് എത്തി. ഒട്ടും മടിയില്ലാതെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിൽക്കുന്ന ഈ 10 ദിവസം. അപ്പോൾ എനിക്കൊരു ഏറ്റവും വലിയ സന്തോഷം, നന്നായിട്ട് യോഗ ചെയ്യാൻ പറ്റും. കാരണം കിതപ്പില്ല. ഒരു 2 മാസം വരെ നിർത്തിയതുകൊണ്ട് തന്നെ ലങ്സ് ഒക്കെ ഒരുവിധം ഓക്കെ ആയി. മണിക്കൂറുകളോളം അച്ഛനോടൊപ്പം യോഗ ചെയ്യാൻ പറ്റി. ഒരുവിധം തടിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ ഒരുവിധം എനിക്കെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കിട്ടിയ ഒരു സുഖം കൊണ്ട് ഞാൻ വലിയ പരിശുദ്ധനായി എന്ന് അവകാശപ്പെടുകയല്ല. ഇതിൽ നിന്ന് കിട്ടിയ ഞാൻ മനസ്സിലാക്കിയത്, ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സുഖം, ഈ പുകവലിയൊക്കെ നിർത്തുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ എന്ത് ചെയ്താലും നമുക്ക് കിട്ടില്ല. നമ്മൾ വലിച്ചുകൊണ്ടോ കുടിച്ചുകൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല എന്ന് നമുക്ക് ഈ അവസ്ഥയിൽ തോന്നും. വീണ്ടും അതിലേക്ക് ഒരിക്കലും വരാതിരിക്കാനും ഈ അവസ്ഥയിലെ സുഖം നമ്മളെ തോന്നിപ്പിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ, നിർത്താൻ പറ്റാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾ തന്നെ ആഗ്രഹിച്ച് നിർത്താൻ ശ്രമിക്കുക. ആര് വിചാരിച്ചാലും നമ്മൾ തന്നെ തീരുമാനിക്കണം. പക്ഷെ ഇതുപോലൊരു സ്ഥലത്ത് വരികയും ഇവിടെ പുകവലിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അപ്പൊ ഞാൻ പുകവലിക്കാൻ തോന്നാത്ത, വലിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ വന്ന് മനഃപൂർവ്വം നിൽക്കുമായിരുന്നു. കുറച്ച് ദിവസം പിടിച്ചു നിൽക്കുമായിരുന്നു. പക്ഷെ അന്നൊന്നും എനിക്ക് അത്ര ഇവിടെ നിൽക്കുന്നത് വളരെ വിഷമിച്ചായിരുന്നു. പക്ഷെ പുകവലി നിർത്തിയതിനു ശേഷം ഞാൻ ഇവിടെ വന്ന് വളരെ ഹാപ്പിയായിട്ട് നിൽക്കാൻ തുടങ്ങി, യോഗ ചെയ്യാൻ തുടങ്ങി. എനിക്ക് തന്നെ അറിയാം എന്നിലെ മാറ്റങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും ഇത് കേൾക്കുന്നവർ മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് കിട്ടിയ സുഖം ഞാൻ തന്നെ അനുഭവിച്ചാൽ പോരല്ലോ, എല്ലാവരും അറിയണമെന്നൊരാഗ്രഹം ഒരു സിനിമാ സംവിധായകനായതുകൊണ്ട്, നടനായതുകൊണ്ട് എനിക്കുണ്ട്. ഇത് പരസ്യം കാശ് മേടിച്ച് പരസ്യം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ഭാഗമായിട്ട്, ആരാണ്ട് പണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഞാനെന്തോ മതത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല, ഞാനൊരു മനുഷ്യന്റെ ഭാഗമായിട്ട് എന്ന് പറയാം. ഞാൻ പറയാം, നമ്മൾ മനുഷ്യർ നമ്മുടെ കുടുംബത്തെ ഓർക്കണം. നമ്മുടെ പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ നല്ലതാണ്. പറ്റുമെങ്കിൽ ഈ ആത്മയിൽ വരിക, അച്ഛനെ പരിചയപ്പെടുക. വേറെ കാര്യങ്ങളൊന്നുമില്ല. യോഗ ചെയ്യിക്കും, നല്ല നാച്ചുറോപ്പതി ഫുഡ് തരും, ഇവിടെ താമസിപ്പിക്കും, നല്ല പുസ്തകങ്ങൾ വായിക്കാം, നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, എന്റെ അനുഭവം നിങ്ങൾക്ക് ഒരു പ്രേരണയാവട്ടെ. ധാരാളം പേർക്ക് ഒരിക്കലും മാറാൻ പറ്റാത്ത വലിയ വില്ലനായ പുകവലി മാറ്റാൻ സഹായിക്കട്ടെ. പുകവലി നിർത്തിയതിനു ശേഷം വന്നാൽ ഏറ്റവും നല്ലതായിരിക്കും. പുകവലി നിർത്തണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.